ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഗാർഡനിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് തണ്ണിമരം. തണ്ണിമരത്തിൻ്റെ പൂവ് കാണാൻ നല്ല അടിപൊളിയാണ്. ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. നിറച്ച് ഗ്രീനറിയുടെ ഇടയിൽ ഈ നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറ് പൂ നിൽക്കുന്നത്. ഇതിന് തണ്ണിമരം എന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ മുട്ടിൽ നിറച്ച് വെള്ളം സ്റ്റോർ ചെയ്തിരിക്കും. അതിങ്ങനെ അമക്കി കഴിഞ്ഞാൽ പോവും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിന് തണ്ണിമരം എന്ന് വിളിക്കുന്നത്. പിന്നെ ഉള്ളത് ഈ വയലറ്റ് കളറിലുള്ള പൂവാണ് കേട്ടോ. ഇത് എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഓർമ്മയിലുള്ളതാണ്. ഇപ്പം ഞാൻ ഈ സാധനമൊന്നും കാണാറും കൂടി ഇല്ല. പക്ഷേ ഇവിടെ ഈ സാധനം ഉണ്ട്, വേലിയിലൊക്കെ ഉള്ളതാണ്. പിന്നെ ഈ ഒരു സംഭവം പർപ്പിൾ കളറിൽ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് റോസുകളുണ്ട്, ഓറഞ്ച് റോസ് ഉണ്ട്. പിന്നെ ഇതിപ്പോൾ പുതുതായിട്ട് ഇങ്ങനെ വിരിയാൻ നിൽക്കുന്നുള്ളൂ, ഒരു ലൈറ്റ് പിങ്ക് കളറ്. പിന്നെ കുറച്ച് കോളാമ്പി ഉണ്ട്. അതുപോലെ തന്നെ റെഡ് റോസാണ് കൂടുതലും എണ്ണം കൂടുതലായിട്ടുള്ളത്. റെഡ് റോസിൻ്റെ പല സൈസിലുള്ള സാധനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ കളറുള്ളത് റെഡ് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ കുറേ റോസൊന്നും ഇപ്പോൾ പൂവിട്ടിട്ടില്ല. എന്താണെന്നറിയില്ല, ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. പിന്നെ വെയിൽ കിട്ടുന്നത് കുറച്ച് കുറവാണ് ഇപ്പോൾ, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ ഈ ഒരു റെഡ് ഫ്ലവറും അതെ, ഇതും പണ്ടൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെ വീടുകളിൽ ഇങ്ങനത്തെ പൂക്കളൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഈ പൂവിൻ്റെ പേര് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി. അറിയാവുന്നവരൊന്ന് കമൻ്റ് ഇടണം. പിന്നെ ഇത് ഒരു യെല്ലോ കളറിലുള്ളൊരു ലില്ലി പോലത്തെ ഒരു പൂവാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ ഈ ഒരു സംഭവമാണ്. ഇതിങ്ങനെ പൂത്ത് നിൽക്കണതാണ്, അടിപൊളിയാണ്. മഴ സമയത്തൊക്കെയാണ് ഇത് കാണാൻ കുറച്ചും കൂടിയും ഭംഗി. ഇപ്പോൾ പൂവൊക്കെ കുറച്ച് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ പല വെറൈറ്റീസ് ഓഫ് ചെമ്പരത്തി ഉണ്ട്. ഡബിൾ ലെയറും സിംഗിൾ ലെയറും പല കളറ്, റെഡ് വൈറ്റ് പിങ്കൊക്കെ ഉണ്ട്. വൈറ്റും പിങ്കൊന്നും ഇപ്പോൾ പൂവിട്ടിട്ടില്ല. പിന്നെ ഇത് ടീ ട്രീയുടെ ഒരു ചെടിയാണ്. ഇതിൻ്റെ ഇല പിടിച്ച് ഇതാക്കി കഴിഞ്ഞാൽ നല്ല മണം വരും. അറ്റ് ലാസ്റ്റ് നമ്മുടെ മുല്ലയുണ്ട്.